ഹലോ ഫെയറീസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയാ, വലിയ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എങ്ങനെയൊക്കെ എടുക്കാം, എൻ്റെ അറിവിൽ 3 രീതിയിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ഈസി ഉള്ളതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോ വീഡിയോ എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ എന്തെങ്കിലും ഈ ഡെക്കോർസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. എന്താ പറയാ, അതിന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സോ ഫ്ലവർ വേസോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. എന്നാൽ ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് അന്ന് എവിടെയെങ്കിലും പുറത്തു പോകുന്ന ചെറിയ വീഡിയോസിന്റെ ക്ലിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോ ആഡ് ചെയ്യാം, കടയിൽ പോകുന്ന വീഡിയോ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കടയിൽ പോവാം. ഇങ്ങനെയുള്ള എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന അന്ന് ആഡ് ചെയ്തിട്ട് അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ട് വെക്കാം. പിന്നെ നമ്മുടെ ക്യാമറ ആംഗിള് എവിടുന്നൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കണം എന്ന് നമ്മൾ മുൻകൂട്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു വെക്കുക. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന വീഡിയോ വേണമെങ്കിൽ എവിടെ ഫോൺ വെക്കണം, എവിടെ ക്യാമറ വെക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പുറത്തു പോയിട്ട് സാധനം വാങ്ങുക, ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഡെക്കോർസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് ക്യാമറ എവിടൊക്കെ വെക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അടിച്ചു വാരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. നമ്മൾ അടിച്ചു വാരുകയാണെങ്കിൽ ആ അടിച്ചു വാരുന്നത് 3 ആംഗിളിലെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ റൂം, കിച്ചണ്, ഡൈനിങ് ഏരിയ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും 3 സ്ഥലം അടിച്ചു വാരുന്നത് ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എണീക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, രാവിലെ തന്നെ എണീക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ഫോൺ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് എടുക്കട്ടോ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വീക്കിലി ഒരു വീഡിയോ എങ്കിലും ആഡ് ചെയ്ത് അങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആണെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ വീഡിയോക്ക് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അവര് നമ്മളെ വീഡിയോ കാണും. അപ്പോൾ അങ്ങനെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വ്യൂ എങ്കിലും കിട്ടും. നമ്മൾ വിചാരിച്ച പോലെ 4000 വാച്ച് അവേഴ്സ് ഒക്കെ കിട്ടും ട്ടാ. പിന്നെ മൂന്നാമത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാന്ന് വെച്ചാല് അത് ഞാൻ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എങ്ങനെയാന്ന് വെച്ചാല് എനിക്കിപ്പോ കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവനും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ദിവസം ഫുൾ കാര്യങ്ങളും അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. പറ്റലില്ല കേട്ടോ. അധികവും എനിക്ക് അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളും വീഡിയോ ചെയ്യാൻ കഴിയലില്ല. അപ്പൊ ഞാൻ ശ്രമിക്കാറ് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ് ഇന്ന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന ആ വീഡിയോ ഞാൻ എടുക്കും. എന്നിട്ട് അടുത്ത ദിവസം വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കും. ഇപ്പൊ ഇന്ന് മോർണിംഗിൽ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ അടുത്ത ദിവസത്തെ ലഞ്ച്, പിറ്റത്തെ ദിവസത്തെ ഡിന്നർ, ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ടായിരിക്കും ഞാൻ ചിലപ്പം, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടായിരിക്കും എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. കാരണം അങ്ങനെ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് ഫുൾ കാര്യങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റില്ല.
പിന്നെ ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഈ ഡ്രസ്സ് എപ്പോഴൊക്കെ ഇടുന്നു അപ്പോഴൊക്കെ ഞാൻ മാക്സിമം വീഡിയോസ് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് അത് ഫുള്ള് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അത് ഒരു ദിവസത്തെ വീഡിയോ പോലെ ചെയ്തിട്ട് അതൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഒരു ദിവസത്തെ കാര്യങ്ങൾ ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണമെന്നില്ല. ഒന്നോ രണ്ടോ ആഴ്ചയിലെ കാര്യങ്ങൾ ചെറിയ ചെറിയ ക്ലിപ്സ് ഒന്നാകെ ഒരു വീഡിയോ ആക്കി എടുത്തതിന് ശേഷം അതൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 5-6 വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. നമുക്ക് ചിലപ്പോൾ 5-6 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 50 ആണെങ്കിലും കാണുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.